ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളപ്പുരയിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴഞ്ചേരി പൂത്തൂര് വള്ളപ്പുരയിലാണ്. അപ്പോൾ ഇവിടെ ഒരു വിശിഷ്ട അതിഥിയെ കാണാനായിട്ടാണ് ഞാനിവിടെ വന്നത്. അതായത് വിമാനം ഓടിക്കുന്ന ആഗ്രഹം വിട്ടിട്ട് നമ്മുടെ ചുണ്ടൻ വള്ളം പണിയാനായിട്ട് ഇറങ്ങിയ നമ്മുടെ വിഷ്ണുവിനെ തിരക്കിയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ കാഴ്ചകളിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ്റെ വിഷ്ണുവിടെ വള്ളത്തിൻ്റെ പണിയിലാണ്. വാ 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 വാ. വിഷ്ണു നമസ്കാരം. നമസ്കാരം. താങ്കളുടെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. താങ്കൾ അതായത് വിമാനം എന്നുള്ള ആ ഒരു സ്വപ്നം ഏതൊരു ചെറുപ്പക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എഞ്ചിനീയർ ആയിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു മാറ്റത്തിലേക്ക് വന്നത് അല്ലേ? വിമാനം എന്ന് പറയുന്നത് പ്രൊഫഷനും ഇതിന്റെ പാഷനുമാണ്. വള്ളം എന്ന് പറയുന്ന പാഷനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാറ്. ഇപ്പൊ എത്ര വയസ്സായി? 31 വയസ്സായി. അച്ഛൻ സപ്പോർട്ടാണ്? തീർച്ചയായും സപ്പോർട്ടാണ്. പിന്നെ ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫാമിലിയിലെ ഈ ചുണ്ടൻവള്ള നിർമ്മാണ മേഖലയിൽ ഞാൻ അഞ്ചാമത്തെ തലമുറയാണ്. ഞാൻ മൂലം ഈ ഒരു മേഖല നിന്ന് പോകരുത് എന്നൊരു ചിന്ത കൊണ്ടാണ് ഞാൻ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാര്യം ഫാമിലിയിൽ അപ്പൂപ്പൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ തലമുറയായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതെ, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അത് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്രയ്ക്ക് ടോപ്പ് ജോലിയായ. എത്ര വർഷം ജോലി ചെയ്തിരുന്നു? ഞാൻ 3 വർഷത്തോളം ഞാൻ ജോലി. വിമാനത്തിന്റെ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത ചെറുപ്പക്കാരനാണ് എന്നോട്. ഇതിൽ കിട്ടുന്ന സന്തോഷം അതിൽ കിട്ടത്തില്ലെന്ന് രണ്ട് രീതിയാണ്. രണ്ടും ഏറ്റവും വലിയ വാഹനങ്ങളുമാണ്. പക്ഷേ ഭയങ്കര ക്രൈസാണ് ചുണ്ടൻവള്ളം. ഏകദേശം എത്ര ചുണ്ടൻവള്ളം പറഞ്ഞിട്ടുണ്ട്? ഇതെന്റെ 4ാമത് പുതുതായിട്ട് വെക്കുന്ന അച്ഛൻ്റെ കൂടെ നിന്നിട്ട് പുതുതായിട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു എന്നുള്ളതല്ല, അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. എൻ്റെ കഴിവുകളിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 4ാമത്തെ വള്ളമാണ് ഇതല്ലേ? പുതിയത് 4ാമത്തെ വള്ളമാണ്. മെയിൻ്റെനൻസ് ഒക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. പുതിയത് 4ാമത്തെ വള്ളമാണ്. അച്ഛന് ഇത്രയും പൈസയൊക്കെ മുടക്കി ഒരു എഞ്ചിനീയർ ആക്കിയിട്ട് ആ ഒരു ജോലി വേണ്ടാന്ന് വെച്ച് അച്ഛനോ വീട്ടുകാർക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും പ്രശ്നം എന്നുള്ളതല്ല, ആ ഒരു തീരുമാനം എനിക്ക് വിട്ടുവന്നിരിക്കുകയാണ്. നാളെ ഒരു അവസരത്തിൽ എനിക്ക് വേറൊരു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയിരിക്കാം. ഇപ്പോഴത്തെ എൻ്റെ ചിന്ത ഈ പുത്തൻ പള്ളിയോടും നീറ്റിലിറങ്ങുന്നിടം വരെ ഈ കരയിൽ അത്രയും അച്ഛനമ്മമാരൊക്കെ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടണമെന്നുള്ളൊരിതാണ്. അവർ കഷ്ടപ്പെട്ടതുപോലെ മക്കളെ കഷ്ടപ്പെടുത്തരുതെന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞാണ് നമ്മുടെ ഈ പാരമ്പര്യം. ഞാൻ മൂലം ഈ കുടുംബത്തിൻ്റെ ആ ഒരു കാര്യം നിന്ന് പോകാനായിട്ട് പാടില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു എന്നൊരു രീതിയാണ് എൻ്റെ പേരൻസിനുള്ളത്. എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒന്ന് വിളിക്കുമോ വീഡിയോയിലേക്ക്? വിഷ്ണുവിന്റെ അച്ഛനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അച്ഛാ നമസ്കാരം. ഈ മോൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനോട് അച്ഛന് എതിർപ്പായിരുന്നോ അതോ ആദ്യം സപ്പോർട്ടായിരുന്നോ? അല്ല, എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അവന്റെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ആഗ്രഹം പറഞ്ഞു, അത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ട്രെയിനിങ് കയറാൻ വേണ്ടി കുറച്ച് കാലതാമസം വന്നു. അത് അച്ഛൻ മോൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കിത് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമാണ്. പള്ളിയോടം എന്ന് പറയുന്നത് ചുണ്ടൻവള്ളം തന്നെയാണ്. അപ്പോൾ ചുണ്ടൻവള്ളത്തിൻ്റെ പണി അതിനകത്ത് സഹകരിച്ച് അവന് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ അവനെ എൻ്റെ കൂടെ കൂട്ടി. പണ്ടും അച്ഛൻ്റെ കൂടെ ഞാനും അങ്ങനെ ആയിരുന്നു. ഇവിടുത്തെ ഈ പഴയ വള്ളം അച്ഛൻ്റെ കൂടെ ഞാനും, അത് കഴിഞ്ഞ് അച്ഛനോടൊപ്പം അടുത്ത തലമുറയായിട്ടും നമ്മുടെ വിഷ്ണുവും വന്നു. അപ്പോൾ അന്ന് അച്ഛൻ്റെ കൂടെ ഞാൻ 7 വർഷത്തോളം നിന്നതിന് ശേഷമാണ് സ്വതന്ത്രമായിട്ട് ഞാൻ ഒരു വള്ളം പണിയാൻ തുടങ്ങിയത്. അതിനുശേഷം അച്ഛന് തീരെ വയ്യാതായി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ 25 പുത്തൻ പള്ളിയോടങ്ങൾ പണിത ആളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അതിൻ്റെ പേര് ചങ്ങങ്കരി വേണു ആചാര്യ എന്നാണ്. 25 പള്ളിയോടങ്ങളാണ് സ്വന്തമായിട്ട് പണിതിറക്കിയത്. ഇവിടെ ആറന്മുള തിരുവോണത്തോണി എന്ന് പറയുന്ന സംഭവം. അതായത് വള്ളത്തിൻ്റെ ഫ്രണ്ട് വശം അരയണിത്തോണിയായിരുന്നു. ഞാനത് പുതിയതായിട്ട് 2022 കണ്ടപ്പോഴത്തേക്ക് ആ അരയണത്തിൻ്റെ ഇത് മാറ്റിയിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ വാഹനം എന്ന് പറയുന്നത് ഗരുഡനാണല്ലോ. അപ്പോൾ ആ ഗരുഡൻ്റെ ഒരു മുഖം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ദേവസ്വം ബോർഡിൻ്റെ കണ്ടൽ ഉള്ളത്. അത് ഗരുഡൻ്റെ പിന്നെ നമ്മുടെ ചുണ്ടൻവള്ളത്തിൻ്റെ അമരം അതിനൊരു മാറ്റം ഉണ്ടാക്കിയ അച്ഛനാണ്. അതെ. എന്നിട്ട് അതിനൊരു നടുക്കൊരു മണ്ഡപം, അതിലാണ് ഈ തിരുവോണ വിഭവങ്ങളുമായിട്ട് പിന്നെ അകമ്പടി സേവിക്കാൻ വേണ്ടി പള്ളിയോടെ ഉണ്ടായതാണ് പറയപ്പെടുന്നത്. അല്ല, അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് അച്ഛനാണ്.
അതെ, അതിന്റെ രൂപമാറ്റം രൂപമാറ്റം വരുത്തിയത് അച്ഛനാണ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സാധാരണ മക്കളൊക്കെ ഈ അച്ഛനൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട പോലെ പെടാതിരിക്കാൻ വേണ്ടിയാണ് വിഷ്ണുവിൻ്റെ ആഗ്രഹപ്രകാരം പഠിപ്പിച്ച് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആക്കിയത്. പക്ഷേ അത്രയും നല്ലൊരു പോസ്റ്റ് കളഞ്ഞിട്ട് അല്ല, അവൻ അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മുടെ ആ പാരമ്പര്യമായിട്ടുള്ള ഈ കാര്യം ഈ കൈമാറിക്കിട്ട് ഈ ഒരു കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അച്ഛൻ വീണ്ടും വിഷ്ണുവിലെ ഈ ഒരു വിഷ്ണുവിനെ കൂടെ നിർത്തിയിട്ട് ഏകദേശം ഇപ്പോൾ 6 വർഷം 7 വർഷമാകുന്നു. എത്ര നാളെടുത്ത് ഈ ഒരു വള്ളം ഫിനിഷ് ചെയ്യാൻ? ഇത് ചുണ്ടൻവള്ളമാണെങ്കിലും പുളിയോടമാണെങ്കിലും ഞാൻ ചുണ്ടൻവള്ളം തന്നെ എങ്കിൽ തന്നെ ഒരു വള്ളം പണിത് പൂർത്തിയാക്കാനായിട്ട് 8-9 മാസത്തോളം എടുക്കും. നമ്മൾ പറയുന്നത് ശരാശരി 1000 ടച്ചാണ് മരപ്പണി. പിന്നെ ഇരുമ്പോണി നിറയെ ഒരു 250-300 ടച്ചാവും. അപ്പം പിന്നെ ഇവിടുത്തെ ഈ വള്ളം എന്ന് പറയുന്നത് പഴയത് അച്ഛൻ പണിത വള്ളം ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പഴയതാണ്. അത് ജീർണാവസ്ഥ ലാഭനെ തുറന്നാണ് പുതിയൊരു പള്ളിയോടം എന്നുള്ള രീതിയിലേക്ക് ഇവർ വന്നത്. അന്ന് പഴയ വള്ളം പണിയുമ്പോഴത്തേക്ക് അച്ഛനോട് ഞാനുണ്ടായിരുന്നു. പുതിയ വള്ളം പണിയുമ്പോൾ എൻ്റെ മകനും അതൊക്കെ നിമിത്തമല്ലേ? അപ്പം ഈ വള്ളത്തിൻ്റെ ഇപ്പം പഴയ വള്ളത്തിന് അല്പം നീളക്കുറവുണ്ടായിരുന്നു. അന്നത്തെ രീതിയിൽ അച്ഛനത് പണിതാണ്. അപ്പോൾ അതിൻ്റെ ഉടലിൻ്റെ ഷേപ്പൊക്കെ അതൊക്കെ തന്നെയാണെങ്കിലും വള്ളത്തിന് നീളം കൂട്ടി ഇപ്പോഴത്തെ രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നീളം കൂടുന്നു. ചുണ്ടിൻ്റെ 47.5 കോല് നീളം കൂടുന്നുണ്ട്. 47.5 കോല് നീളം ഈ വള്ളത്തിന് വരുന്നുണ്ട്. അതുപോലെ 68 അംഗല ഉടമാൻ ഉദ്ദേശിക്കുന്ന വണ്ണമാണ്. ഇപ്പം 18 അടി അമരത്തിൻ്റെ പേര് 6 അടി അണിയപ്പെട്ടു. ആ രീതിയിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. ശരിക്കും നിങ്ങൾ ആലപ്പുഴക്കാരാണ്? അതെ, ആലപ്പുഴ ജില്ലക്കാരാണ്. അപ്പം അവിടുന്ന് ഇപ്പൊ പത്തനംതിട്ടയിൽ പണിയുന്ന എത്രാമത്തെ ഉള്ളത്? പത്തനംതിട്ട പണിയുന്ന പിന്നെ 24 കാണത്തുള്ളൂ. പിന്നെ ഇതിന് മുമ്പായിട്ട് ഞാൻ സെൻറ്റ് ജോർജ് വള്ളം എന്ന് പറയുന്നത് നമ്മുടെ നെഹ്റു ട്രോഫിക്ക് കളിക്കുന്ന വള്ളം സെൻറ്റ് ജോർജ് പുതിയ 2014 ആണ് നടത്തിയത്. പുതിയ പുത്തൻ വള്ളം. അതിനു മുമ്പ് കാരിച്ചാൽ ചുണ്ടൻ അതിൻ്റെ പുതുക്കിപ്പണി ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. പിന്നെ ആനാരി അങ്ങനെ നിരവധി വള്ളങ്ങൾ പണി തീർത്ത് ഒരു അച്ഛനോടും മോനോടും ഒപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവരുടെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു വിഷ്ണു. ഓക്കെ അച്ഛാ. ഓക്കെ, അപ്പം ഇനി ഒരുപാട് വള്ളങ്ങൾ പണിയാൻ ഇവർക്ക് ഈശ്വരൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബേഴ്സിനൊക്കെ ബൈ കൊടുത്തരാം. ഓക്കെ, ബൈ.